അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പവിത്രതയുള്ള റബീഉൽ ആഖിർ മാസത്തിന്റെ 29ാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെ 29ാമത്തെ പകലാണ്. അൽഹംദുലില്ലാ. അതായത് റബീഉൽ ആഖിർ മാസം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ ബുധനാഴ്ച ഒരുപക്ഷെ റബീഉൽ ആഖിർ മാസത്തിന്റെ അവസാനത്തെ പകൽ ആയിരിക്കാം. നാളെ 29ാമത്തെ ദിവസമാണ്. റബീഉൽ ആഖിർ 29ആണ്. കൂടാതെ നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ റബീഉൽ ആഖിർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ച, അവസാനത്തെ ബുധനാഴ്ച ദിവസം കൂടിയാണ്. അപ്പൊ നഹ്സുള്ള ദിവസമാണ്. ഇൻഷാ അല്ലാഹ് വേറെ പ്രയാസങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ നാളെ ഒന്നും ചെയ്യാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊന്നുമല്ല പറഞ്ഞത്. നഹ്സുള്ള ദിവസമാവട്ടെ അല്ലാത്ത ദിവസമാവട്ടെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ സുബഹി നമസ്കാരം എല്ലാ ദിവസവും, പ്രത്യേകിച്ച് നാളെ സുബഹി നമസ്കാരം ഖളാ ആക്കാതെ എല്ലാവിധ കാവലിന് വേണ്ടിയുള്ള ദുആയും ദിക്റും സൂറത്ത് യാസീനൊക്കെ ഓതിയിട്ട് വേണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. കാരണം ദുശകുനങ്ങളൊക്കെ ഉള്ള ഒരു ദിവസം കൂടിയായിരിക്കാം. അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള കാവലും നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് കടന്നിട്ടുണ്ടാവാം. എങ്ങനെയാണെന്നറിയില്ല. നാളത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ ജമാദുൽ അവൽ മാസത്തിലേക്ക് കടക്കും. ഇൻഷാ അല്ലാഹ് എന്തുമാവട്ടെ, നമുക്ക് അവസാനത്തെ സമയത്തിലൂടെയാണ് റബീഉൽ ആഖിറിന്റെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലവണ്ണം ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യത്തിനു വേണ്ടി നമുക്ക് ദുആരക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുആകളും അള്ളാഹു തആല സ്വീകരിക്കുമെന്നാണ്. ഇത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആ അള്ളാഹു സ്വീകരിക്കും. കാരണം അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു തസ്ബീഹാണ് നമ്മൾ ഇനി പറയുന്നത്. ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരുപാട് ഔലിയാക്കന്മാരെ നിത്യമായി കൊണ്ടുവന്നിരുന്ന ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണിത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വബിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. വെള്ളിയാഴ്ച രാവും പകലും മാത്രമല്ല, എല്ലാ ദിവസവും
എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയ തൗബയുടെ ഒരു വചനമുണ്ട്. അത് തൗബയാണ്, ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം. അത് പറയുന്തോറും അള്ളാഹുവിനെ നമ്മളോട് ഇഷ്ടം തോന്നുമെന്നാണ്. സ്വർഗപ്രവേശനം കിട്ടും, നരകമോചനം കിട്ടുമെന്നാണ്. പറഞ്ഞു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. നമുക്ക് കുറച്ച് അഫ്ളലു ദിക്ർ ചൊല്ലിയാലോ? ഈ ദിക്ർ ചൊല്ലാതെ നമ്മൾ ഒരു ദിക്റിന്റെ മജ്‌ലിസും അവസാനിപ്പിക്കാൻ പാടില്ലെന്നാണ്. ഒരുപാട് നേട്ടങ്ങൾ ഈ ദിക്റിന്റെ പിറകിലുണ്ട്. ഈ ദിക്ർ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പിന്നെ അവൻ വിജയിച്ചില്ലേ? ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും എത്ര വേണ്ടാത്തരം ചെയ്ത ആളാണെങ്കിലും അവസാനം മരിക്കുന്ന സമയത്ത് ആ നാവ് കൊണ്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം അവനിക്കില്ല. അതിനേക്കാൾ വലിയ അല്ലാഹു തആല പുറത്തു കൊടുക്കൽ വേറെ ഒന്നും അവനിക്ക് ഇനി കിട്ടാനില്ല. പറഞ്ഞു, അല്ലാഹുവേ, ഇത് പറയുമ്പോൾ ഈ ഒരു ദിക്ർ ഞങ്ങൾക്കും റബ്ബേ മനസ്സിൽ തട്ടി മരിക്കുന്ന സമയത്ത് പറയാൻ, അത് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله إلا الله. ഏത് നല്ല കാര്യം ചെയ്താലും അതിനുശേഷം നമ്മൾ പറയേണ്ട ഒരു ദുആയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ദുആയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പരിശുദ്ധ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ചെയ്ത ദുആയാണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരല്ലേ, അപ്പോൾ അത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നന്മ ചെയ്തതിന് ശേഷം റബ്ബ് ഇത് നീ കബൂലാക്കണേ എന്ന് നമ്മൾ ദുആരക്കണം. നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ, നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ, ഖുർആൻ ഓതി കഴിഞ്ഞാൽ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ദുആ മറക്കാൻ പാടില്ല. നമുക്കൊന്ന് പറഞ്ഞാലോ, നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളെ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു കബൂലാക്കാൻ വേണ്ടി നല്ലവണ്ണം നമുക്ക് ദുആരക്കാം. പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഇസ്മ, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് പേരുകളുണ്ട് പടച്ചവൻ്റെ. ആ രണ്ട് പേരുകൾ നമുക്ക് പറയാം. അള്ളാഹുവെ, ഈ പേര്, ഈ ഇസ്മ പറയുന്നത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുമോ അത് മുഴുവനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ലാ. ആമീൻ. പറഞ്ഞോ, നല്ല ഇഖ്ലാസോടുകൂടി കണ്ണടച്ച് പറഞ്ഞോട്ടോ. യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു 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 يا رحمن يا رحيم جل جلاله 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 يا رحمن يا رحيم جل جلاله. ലോക മുഅ്മിനീങ്ങൾക്ക് പൊറുക്കലിനെ തേടുന്നത് അത് നമ്മുടെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരാൻ കാരണമാണ്. കഴിഞ്ഞുപോയ ആദം നബി മുതൽ ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നും ഒരുപാട് മുഅ്മിനീങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ഇനിയും ഒരുപാട് മുസ്ലിമീങ്ങൾ വരാനുണ്ട്. എല്ലാവർക്കും വേണ്ടി മൊത്തത്തിലുള്ളൊരു ദുആയുണ്ട്. അതായത് ഓരോ സെക്കൻഡിനും നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും ഈ ദുആ പറയുന്ന കാലത്തോളം. നമുക്കൊന്ന് പറഞ്ഞാലോ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات 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 اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ദിക്റിന്റെ മജ്ലിസ്, നമ്മുടെ സ്വലാത്തുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു, അല്ലെ, ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി ആളുകൾ ഉസ്താദ് പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ രക്കണമെന്ന് കമന്റിലൂടെ അറിയിച്ചവരുണ്ട്, നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ച് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആ രക്കുകയാണ്. ഒരു ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ റഹീമീനായ കരുണയുള്ള അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ തമ്പുരാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയവരാണെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹു. ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ ഈ ഇരുത്തം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹുവേ. ഒരുപാട് ഉമ്മമാര് പങ്കെടുക്കുന്ന മജ്ലിസാണ്, ഒരുപാട് വാപ്പമാര് പങ്കെടുക്കുന്ന മജ്ലിസാണ്, ഒരുപാട് ഉസ്താദുമാരും സയ്യിദന്മാരും സാധാരണക്കാരും അല്ലാഹുവേ, നിരവധി അനവധി ആളുകൾ പങ്കെടുക്കുന്ന ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ സ്വർഗ പ്രവേശനത്തിന് ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്നും നീ കാരണമാക്കി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായും അല്ലാഹുവേ നിരവധി തെറ്റുകൾ ചെയ്തു പോയി എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ.
അല്ലാഹുവേ പടച്ചവനെ ചെറുതായ വലുതായ തെറ്റുകളുണ്ടെല്ലാം നീ മാപ്പാക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയായി നീ സ്വീകരിക്കണേ അല്ലാ. ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല അല്ലാ. അല്ലാഹുവേ തെറ്റ് ചെയ്യാനുള്ള മനസ്സ് തരല്ലേ അല്ലാ. നന്മ ചെയ്യാനുള്ള മനസ്സ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ പൊന്നു ഉപ്പച്ചിയുണ്ട് ഉമ്മച്ചിയുണ്ട് റഹ്മാനെ, പലരും ഖബറിലാണ്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മരുമക്കളും പേരക്കുട്ടികൾ, അല്ലാഹുവേ ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട്. ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ ആ ഉമ്മമാര് സഹോദരിമാർ ഒരുപാട് വേദനകൾ തിന്നവരാണ്, വിഷമങ്ങൾ സങ്കടങ്ങൾ ഏറ്റവരാണ്. ഇനി നീ അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ഇനി നീ അവരെ സങ്കടപ്പെടുത്തല്ലേ അല്ലാ. ഒരുപാട് ഉമ്മച്ചിമാർ റബ്ബേ ക്യാൻസർ രോഗത്തിന് അടിമയാണ്. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ ചെറുതും വലുതുമായ ശരീരവേദന, മുട്ടുവേദന, അതുപോലെ തന്നെ വയറിന് കംപ്ലൈന്റ് ഉണ്ട്, ഗർഭപാത്രത്തിൽ മുഴയുണ്ട്, അങ്ങനെ പല അസുഖങ്ങൾ പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരാണ്. റഹ്മാനെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും ഞങ്ങളുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ, മാറ്റി കൊടുക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളുടെ വാപ്പമാരെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ജോലിയിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും കച്ചവടത്തിൽ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഇസ്സത്ത് തരണേ അല്ലാ, അഭിമാനം തരണേ അല്ലാ. ആരുടെ മുന്നിലും ഞങ്ങൾ തല താഴ്ത്തുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്, നീ മാറ്റിത്തരണേ അല്ലാ, നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. കടങ്ങൾ വീട്ടി തരണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ റഹ്മാനെ. മക്കളുടെ വിവാഹമാണ് ഉസ്താദെ, കയ്യിലൊരു പൈസയില്ല, അല്ലാഹുവേ സ്വർണമായിട്ട് കൊടുക്കാൻ ഒന്നുമില്ല, ഉസ്താദ് പ്രത്യേകം ദുആരക്കണമെന്ന് ഒരുപാട് വാപ്പമാര് ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ പടച്ചവനെ വിവാഹ പ്രായമെത്തിയിട്ട് പല കാരണങ്ങളുടെ പേരിൽ വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന അല്ലാഹുവേ പടച്ചവനെ സഹോദരിമാരെ സഹോദരങ്ങൾ ഖൈറായ ഇണകളെ നീ അവർക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവരുണ്ട്, വീട് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു തരണേ അല്ലാ. മക്കൾ കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, റഹ്മാനെ അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സമാധാനം തരണേ അല്ലാ. കുടുംബത്തിൽ സ്വസ്ഥത തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ വിജയിപ്പിക്കണേ അല്ലാ. ഹോസ്പിറ്റലുകൾ ഇങ്ങനെ മാറി മാറി കയറിറങ്ങി ഉസ്താദേ കയ്യിലുള്ളതെല്ലാം വിറ്റു, ഇനി ഒന്നുമില്ല, ദുആരക്കണമെന്ന് പറഞ്ഞ എത്രയോ പാവപ്പെട്ട ഉമ്മമാരുപ്പമാര് റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ വിഷമങ്ങൾ നീ കാണണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരണേ അല്ലാ. അല്ലാഹുവേ ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട ഗസയിലെ, ഫലസ്തീനിലെ, അതുപോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, ഏതായാലും ഞങ്ങൾ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റഹ്മാനായ റഹീമായ അല്ലാ, വദൂദായ അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ പരിപൂർണമായി സ്വീകരിക്കണേ റഹ്മാനെ. വിശുദ്ധമായ പവിത്രമായ റബീഉൽ ആഖിർ മാസം ഞങ്ങളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. റഹ്മാനെ ഞങ്ങൾ ചെയ്ത അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഈ പുണ്യമായ മാസത്തിൽ എന്തെല്ലാം നിന്നോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ദുആയിലൂടെ, അത് നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. എന്തെല്ലാം സഹായങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും സ്വീകരിക്കണേ അല്ലാ. ഇതെല്ലാം റബ്ബേ ഞങ്ങൾ ആഖിറത്തിലേക്ക് വരുമ്പോ ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിലേക്ക് കടന്നു വരുന്നത് ജമാദുൽ അവ്വൽ, ജമാ
ജമാദുൽ ഊല എന്ന മാസമാണ്. റഹ്മാനെ പടച്ചവനെ, അത് നീ ഖൈറിന്റെ, സലാമത്തിന്റെ, റാഹത്തിന്റെ, സന്തോഷത്തിന്റെ മാസമാക്കണേ അല്ലാ. ബറക്കത്തിന്റെ മാസമാക്കണേ അല്ലാ. എല്ലാവിധ ശർറ്, ബല, മുസീബത്തുകളെ തൊട്ടും കാവൽ കിട്ടുന്ന മാസമാക്കണേ അല്ലാ. അല്ലാഹുവേ, റബീഉൽ അവ്വൽ മാസം, റബീഉൽ ആഖിർ മാസം, ജമാദുൽ ഊല മാസം, അതുപോലെ ഇനി ഏതൊക്കെ മാസം വരാനുണ്ടോ മുഴുവൻ മാസങ്ങളിലും ഞങ്ങൾക്ക് നീ എല്ലാവിധ നന്മകളും നൽകണേ അല്ലാ. ഞങ്ങളുടെ റിസ്ക് വിശാലമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മരണം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ചീത്ത മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മോശപ്പെട്ട മരണങ്ങൾ നിന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഈ വർഷം ഹജ്ജിന് കിട്ടിയവരുണ്ട്, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ യാത്രകൾ നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. പടച്ചവനെ, നാളെ ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. നാളത്തെ മജ്ലിസിനെങ്ങാനും മുമ്പ് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അല്ലാഹുവേ, ഈ മജ്ലിസ് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസായി സ്വീകരിക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് والمسلمين والمسلمات آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ദുആയും എല്ലാം സ്വീകരിക്കട്ടെ. കമന്റിലൂടെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്, എല്ലാവർക്കും ദുആരക്കാം. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് എല്ലാ വിജയങ്ങളും ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തരട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.